ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഏവർക്കും ജെ മാത്സിന്റെ പ്രോബബിലിറ്റി എന്ന പുതിയ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്സിന്റെ അവസാനത്തെ ചാപ്റ്ററാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പഠിച്ച പ്രോബബിലിറ്റി എന്നുള്ള ആ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ചില അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഇത് കംപ്ലീറ്റ് നമ്മുടെ ലോജിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ലോജിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട്, വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ലാതെ, ഫോർമുലകളൊന്നുമില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്ന അഡീഷൻ തിയറം വരെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചിരുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, നമ്പർ ഓഫ് ഫേവറബിൾ കേസസിനെ നമ്മൾ എം എന്നായിരുന്നു വിളിച്ചിരുന്നത്. എം ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, എം ബൈ എൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എം ഈസ് ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ആൻഡ് എൻ ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞൊരു ഫോർമുലയും കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി. ഈ ഒരു ഫോർമുലയും കൂടി നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം, എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, എക്സ്ക്ലൂസീവ് മീൻസ് if the occurrence of one of the event prevents the occurrence of the other. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഹെഡ് കിട്ടിയാൽ the occurrence of head prevents the occurrence of head, tail. ഒന്ന് കിട്ടിയാൽ അത് മറ്റതിന്റെ ഒക്കറൻസിനെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന ഇവന്റുകളെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. അതായത് ഇവിടെ അതായത് അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ഈ രണ്ട് ഫോർമുലകൾ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കണം. ഇത് വെച്ചിട്ടാണ് ഇതും കൂടി നമുക്ക് ഇനി മുമ്പോട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമുല ഒന്ന് ഓർത്തുകൊള്ളുക. ഇനി മക്കളെ ഞാൻ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുക. ഈ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യുന്നത് 3 ഫെയർ കോയിൻസ് ഞാൻ ഒന്ന് ടോസ് ചെയ്യാം. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? അതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? എസ് എന്നാണല്ലോ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതുന്നത്. എസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഒന്നുകിൽ 3 ഹെഡ് വരാം, അല്ലെ? 3 ഹെഡ് വരാം. പിന്നെ 2 ഹെഡും ഒരു ടെയിലും വരാം. അത് ഇങ്ങനെയൊക്കെ വരാം, ഇങ്ങനെ വരാം. പിന്നെ HTH വരാം. അത് ഫസ്റ്റ് ഹെഡ്, പിന്നത്തത് ടെയില്, പിന്നത്തെ ഹെഡ്. പിന്നെ വരാവുന്ന ടെയില്, ഹെഡ്, ഹെഡ്, ഇങ്ങനെ വരാം. ഇപ്പൊ 2 ഹെഡ് കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ഹെഡ് കിട്ടുന്ന മീൻസ് 2 ടെയിലും. അപ്പോൾ ഒരു ഹെഡ് 2 ടെയിൽ, HTT വരാം. പിന്നെ വരാവുന്ന THT വരാം. പിന്നെ വരാവുന്ന TTH വരാം. അപ്പോൾ 3 ഹെഡ് കിട്ടുന്നതായി, 2 ഹെഡ് കിട്ടുന്നതായി, പിന്നെ ഒരു ഹെഡ് കിട്ടുന്നതായി. ഇനി ഒരു ഹെഡും കിട്ടാത്തത് എന്ന് വെച്ചാൽ 3ഉം ടെയിലാകുന്ന കേസ്. ഇത്രയല്ലേ നമുക്ക് മൊത്തം വരുന്നത്. അപ്പോൾ ഈ പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. അപ്പൊ ഇതിനകത്ത് ഒരു ഇവന്റ് കിട്ടാനുള്ള, ഏതെങ്കിലും ഒരു ഇവന്റ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്, അല്ലെ? ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആയതുകൊണ്ട് ഒരെണ്ണം കിട്ടാനുള്ള ചാൻസ് 1/8. അപ്പൊ ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട്, നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന എക്സ്പെരിമെന്റ് ഇതാണ്. ഒരു 3 കോയിൻസ്, 3 ഫെയർ കോയിൻസ് എടുത്ത് ടോസ് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന ഔട്ട്കംസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് 2 ഔട്ട്കംസും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. 2 ഇവന്റും കൂടെ ഡിഫൈൻ. ഇവന്റ് മീൻസ് ഇതിനകത്ത് നിന്ന് വേറൊരു ഔട്ട്കംസ് കിട്ടുന്ന, കുറച്ച് പെക്യുലാരിറ്റീസ് ഉള്ള ഒരു ഔട്ട്കം ഒന്ന് ഡിഫൈൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന എ എന്നുള്ള ഒരു ഇവന്റ് ആണ്. ആ ഇവന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് ഹെഡ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം 2 ഹെഡ് എങ്കിലും കിട്ടുന്നതിനെയാണ് ഞാൻ എ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈവൻസ് ഏതൊക്കെ വരും? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ഹെഡ് എങ്കിലും മിനിമം വേണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വരാം, 3 ഹെഡ് വരാം,
3 ഹെഡ് വരാം. പിന്നെ വരുന്ന 2 ഹെഡ് വരാവുന്ന കേസ് HHT. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് എഴുതാം. HHT വരാം. പിന്നെ വരുന്ന HTH വരാം, അതിനകത്ത് 2 ഹെഡ് ഉണ്ട്. പിന്നെ വരാവുന്ന THH വരാം. ഇത്രയും വരുള്ളൂ, കാരണം അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്, മിനിമം 2 ഹെഡ് എങ്കിലും വേണം. ഇനി വരുന്നതിനകത്തെല്ലാം അല്ലെ ആദ്യത്തെ 4 എണ്ണം വരുള്ളൂ. ബാക്കിയുള്ളതിനകത്തെല്ലാം ഒരു ഹെഡും ഇല്ലാത്ത കേസൊക്കെയാണ്. അപ്പൊ അതൊന്നും വരത്തില്ല. അപ്പൊ A എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇതൊരു ഈവന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ എത്ര വരും? അറ്റ്ലീസ്റ്റ് 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആണ്. അതുകൊണ്ട് 4 ടോട്ടൽ 8 ആയതുകൊണ്ട് 4 ഔട്ട് ഓഫ് 8, ദാറ്റ് ഈസ് 4/8, 1/2 എന്ന് കിട്ടും എയുടെ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ വേറൊരു ഇവന്റും കൂടെ ഡിഫൈൻ ചെയ്യാം, B. ഈ ഇവന്റിനകത്ത് എനിക്ക് വേണ്ടത് ഫസ്റ്റ് ടോസ് ചെയ്ത്, അതായത് ഫസ്റ്റ് കോയിനിൽ എനിക്ക് ഹെഡ് കിട്ടണം. ഫസ്റ്റ് കോയിനിൽ നിർബന്ധമായിട്ടും ഹെഡ് കിട്ടണം. അപ്പൊ അങ്ങനെ വരുന്ന ഏതൊക്കെ വരാം? ഫസ്റ്റ് കോയിനിൽ നിർബന്ധമായിട്ടും ഹെഡ് വരാവുന്നത് ഇത് വരാം. രണ്ടാമത് HHTക്കകത്തും ഫസ്റ്റ് കോയിനിൽ ഹെഡാണ്. തേർഡും അത് തന്നെയാണ്, കുഴപ്പമില്ല. ഇത് കിട്ടില്ല, കാരണം അതിനകത്ത് ഫസ്റ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ടെയിലാണ് വരിക. പിന്നെ ഇത് വരാം, കാരണം ഫസ്റ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഹെഡ് വരുന്നതാണ്. ഇനി ഇത് വരില്ല, ഇതും വരില്ല, ഇതും വരില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ B എന്ന് പറഞ്ഞ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ B കിട്ടാനുള്ള ചാൻസ് നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്, 4 ഔട്ട് ഓഫ് 8 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് Bയും പ്രോബബിലിറ്റി ഓഫ് Aയും 4/8 മീൻസ് 1/2 ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ സ്പേസ് എടുത്തു, 3 കോയിൻ ടോസ് ചെയ്തു, അതിനകത്ത് നിന്ന് 2 പർട്ടിക്കുലർ ഇവന്റ്സ് നമ്മൾ എടുത്തു. ഇനി ഞാൻ ഒരു കണ്ടീഷന് വിധേയമായിക്കൊണ്ട് ഈ പ്രോബബിലിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യുക. അതായത് B എന്നുള്ളത് ഓൾറെഡി നടക്കണം എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് കോയിൻ ഓൾവേസ് ഹെഡ് ആയിരിക്കണം ആൻഡ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. പ്രോബബിലിറ്റി ഓഫ് getting at least 2 heads subject to the condition that the first coin always shows head. കിട്ടിയ മക്കളെ, കാര്യം മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് കിട്ടണം, അതാണ് എൻ്റെ ഇവന്റ്. പക്ഷേ ഫസ്റ്റ് ഫസ്റ്റ് കോയിനിൽ ഹെഡ് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഒരു കണ്ടീഷന് വിധേയമായിക്കൊണ്ടാണ് B എന്നുള്ളൊരു കണ്ടീഷൻ ദാറ്റ് ഈസ് ഗിവൺ. അതൊരു ഓൾറെഡി നടന്നൊരു സംഭവമാണ്. ഫസ്റ്റ് കോയിനിൽ ഹെഡ് കിട്ടിയേ മതിയാവും, അത് ഓൾറെഡി കിട്ടി. ഇനി എനിക്ക് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് കിട്ടുകയും ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പ്രോബബിലിറ്റി. അത്തരത്തിലുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കും. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻ. കണ്ടീഷൻ ഇവിടെ നമ്മൾ എടുത്ത കണ്ടീഷൻ ഇതാണ്, ഫസ്റ്റ് കോയിനിൽ ഹെഡ് കിട്ടണം, അതാണ് നമ്മുടെ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഗിവൺ ആൻഡ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. ഓക്കെ, നമ്മളിപ്പോൾ അതിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ ദാറ്റ് B ഹാസ് ഒക്കേർഡ്, P ഓഫ് A ഗിവൺ B. ഇങ്ങനെയാണ് എഴുതുന്നത്, ഇങ്ങനെയാണ് വായിക്കുന്നത്. P ഓഫ് A ഗിവൺ B എന്നാണ് വെച്ചാൽ B ഹാസ് ഓൾറെഡി ഗിവൺ, ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് A എന്നാണ് എഴുതുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളിവിടെ B ഹാസ് ഓൾറെഡി ഒക്കേർഡ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്കകത്ത്, പിന്നെ എക്കും ബിക്കും അകത്ത് കോമൺ ആയിട്ട് വരാം നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഒക്കർ ചെയ്തു, ഇതാണ് ഓൾറെഡി ഒക്കർ ചെയ്തിരിക്കുന്നത്. ഇനി അതിനകത്ത് നിന്ന് A കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് കിട്ടണം, ഫസ്റ്റ് ഇവന്റ് ഹെഡ് ആവുകയും ചെയ്യണം. അപ്പം അങ്ങനെ വരുന്നത് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്നത് നമുക്കറിയാം ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ, HHT മാത്രമേ ഉള്ളൂ. B ഇതാണ് ഓൾറെഡി ഹാപ്പൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് രണ്ട് അതായത് ഓൾറെഡി ഫസ്റ്റ് കോയിനിൽ ഹെഡ് കിട്ടുന്ന ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഓൾറെഡി ഹാപ്പൻ ചെയ്തു. ഇനി അതിനകത്തുനിന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് കിട്ടണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന ഇത് മാത്രമല്ലേ എന്ന് നോക്കിക്കേ. കാരണം ഈ ഇതിനകത്ത് 2 ഹെഡ് ഉണ്ട്, പക്ഷെ
രണ്ട് ഹെഡ് ഉണ്ട്, അല്ല കോമൺ ആയിട്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലേ, ഒന്ന് ഇതുണ്ട് പിന്നെ ഇതും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഇതിനകത്ത് കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ. അതായത് ഫസ്റ്റ് കോയിനിൽ ഹെഡ് കിട്ടുകയും ചെയ്യണം, എന്നാൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് കിട്ടുകയും ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. ഫസ്റ്റ് ഹെഡാണ്, ഇതും ഫസ്റ്റ് ഹെഡാണ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് 2 ഹെഡ് ഉണ്ട്, ഇതിനകത്തും 2 ഹെഡ് ഉണ്ട്, ഇവിടെയും അത് തന്നെയുണ്ട്. അപ്പൊ ഈ 2 കേസാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ് ആണ്, അതുകൊണ്ട് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്കർ ചെയ്തതിനകത്ത് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഫേവർ, അതാണ് നമ്മൾ ഇവിടുത്തെ ഈ കറസ്പോണ്ടിങ് കേസിലെ സാമ്പിൾ സ്പേസ് എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ 4 എണ്ണം വരും, ഇത് 1 2 3 4. ദെൻ ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ആൻസർ ഈസ് 1/2 എന്ന് വരും. ഇതാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. പക്ഷേ ഇത് ഇത്തരത്തിൽ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്, പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നാണ് ഫോർമുല. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 2 കേസാണ്, രണ്ടിനകത്തും ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്നത്. സോ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/8 എന്ന് വരും. ടോട്ടൽ നമ്പർ 8 ആണല്ലോ, അതുകൊണ്ട്. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 4 4/8 വരും. ഓക്കെ, അപ്പൊ ഈ 8 കട്ടായി പോയി കഴിഞ്ഞാൽ 2/4 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പം ഇത് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു കേസാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കണ്ടീഷന് വിധേയമായിക്കൊണ്ട് ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അത്രയേ ഉള്ളൂ അതിന്റെ മീനിങ് ഉള്ളൂ. അപ്പോൾ ഒരു കണ്ടീഷന് വിധേയമായിക്കൊണ്ട് ഒരു ഇവന്റ് ഒക്കർ ചെയ്യുവാണെങ്കിൽ അതിനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുലയുണ്ട്. നമുക്ക് ആ ഫോർമുല എഴുതി അങ്ങ് പോകാം. അപ്പം നിങ്ങൾ എഴുതിക്കോളൂ, ഹെഡിങ് എഴുതിക്കോളൂ, കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി, if A and B are 2 events associated with the same sample space of a random experiment, അതിനെ നമ്മൾ സാമ്പിൾ സ്പേസിനെയാണ് നമ്മൾ S എന്ന് വിളിക്കുന്നത്. Then the conditional probability of the event A given that B has occurred, means B already occur ചെയ്തു, then what is the probability of getting A subject to the condition A, subject to the condition B. So that is P of A given B given by P of A given B is equal to P of A intersection B divided by PB, provided PB not equal to 0. കാരണം നമുക്കറിയാലോ PB not equal to 0 എന്ന് പറഞ്ഞാൽ B എന്നുള്ളൊരു ഡിവൈഡഡ് ബൈ വരുന്നതുകൊണ്ട് 0 വരാൻ പാടില്ല. അതിന്റെ അർത്ഥം ഈ B എന്ന് പറഞ്ഞാൽ ഒരു നൾ സെറ്റ് ആകാൻ പാടില്ല. അതാണ് ഒരു സബ്ജക്ട് കണ്ടീഷനകത്ത് ഒരു എലമെന്റ് പോലും ഇല്ലാതെ വരരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഒരു മാച്ച് നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയയിൽ നമുക്ക് വേണേൽ ഒരു കണ്ടീഷന് വിധേയമായിക്കൊണ്ട് നമുക്കൊരു വേണമെങ്കിൽ നമുക്കൊരു ഇവന്റ് ഡിഫൈൻ ചെയ്യാം. അപ്പം ഇന്ത്യ വൺ ദ മാച്ച് സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് ക്യാപ്റ്റൻ ഹിറ്റ്സ് എ സെഞ്ചുറി, മീൻസ് ഇന്ത്യസ് ക്യാപ്റ്റൻ, മീൻസ് ഇപ്പോൾ നമ്മുടെ വിരാട് കോഹ്ലി ഹിറ്റ് സെഞ്ചുറി ആൻഡ് ഇന്ത്യ സബ്ജക്ട് ടു ദ കണ്ടീഷൻ അതാണെങ്കിൽ നമ്മുടെ കോഹ്ലി ഹിറ്റ് സെഞ്ചുറി. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അറ്റ് ദ സെയിം ടൈം ഇന്ത്യ വിൻ ദ മാച്ച്. അപ്പോൾ അതിന് വിധേയമായിക്കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, അപ്പോൾ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യ ജയിക്കാം, കോഹ്ലി സെഞ്ചുറി അടിച്ചില്ലെന്ന് വരാം. ചിലപ്പോൾ ഇന്ത്യ തോൽക്കാം, പക്ഷേ കോഹ്ലി സെഞ്ചുറി അടിച്ചെന്ന് വരാം. ഇനി അടുത്തൊരു ഇവന്റ് എന്ന് പറഞ്ഞാൽ 2 സംഭവിക്കാം. അതായത് ഇന്ത്യ മാച്ച് ജയിക്കുകയും ചെയ്യാം, കോഹ്ലി സെഞ്ചുറി അടിക്കുകയും ചെയ്യാം. അപ്പം ഇത് ഒരു കണ്ടീഷന് വിധേയമായി. അപ്പോൾ ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ കോഹ്ലി ഹിറ്റ്സ് സെഞ്ചുറി. സോ എ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിൻ ദ മാച്ച്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ചില കേസിൽ ഇങ്ങനെ വരാതെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സെറ്റ് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ച് നടക്കുന്നു, ഇന്ത്യ വൺ ദ മാച്ച് സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് ജോ റൂട്ട് ഹിറ്റ് സെഞ്ചുറി. ജോ റൂട്ട് നമുക്കറിയാം മീൻസ് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ആണ്. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഒരു സെഞ്ചുറി അടിക്കുന്നു, ഇന്ത്യ കളി ജയിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഇതാണ്. അപ്പൊ അങ്ങനെ വരുന്നത് നമുക്ക് ആ ഒരു കണ്ടീഷൻ, അതാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നൾ സെറ്റ് ആകാൻ പാടില്ല.
അപ്പോൾ ഇത് നമ്മുടെമായിട്ട് ബന്ധമില്ലാത്തതിനാൽ അപ്പോൾ ഒരു കണ്ടീഷന് വിധേയമായിക്കൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന പ്രോബബിലിറ്റി അത്രയുള്ള ഇതിന് മീനിങ് ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ എഴുതിക്കോളും മക്കളെ. കണ്ടീഷണൽ പ്രോബബിലിറ്റി A and B are two events associated with the same sample space of a random experiment. Then the conditional probability of the event A given that B has occurred is P of A given B is given by P of A given B is equal to P of A intersection B divided by P of B, comma PB not equal to 0. Okay. Now we have some properties of this conditional probability. Property number 1, probability of S given A is equal to probability of A given A is equal to 1. Probability of S given A is equal to probability of A given A is equal to 1. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ probability of S given A എന്ന് പറഞ്ഞാൽ എന്താണ്? probability of S given A എന്ന് പറഞ്ഞാൽ probability of S intersection A divided by P of A അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് ആണ്. എസ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സാമ്പിൾ സ്പേസും അതിൻ്റെ ഒരു എ എന്നുള്ള സബ്സെറ്റുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എടുത്താൽ എപ്പോഴും എന്തായിരിക്കും? എ ആയിരിക്കും. സോ ഇറ്റ് ഈസ് പി ഓഫ് എ ബൈ പി ഓഫ് എ. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഈക്വൽ ടു 1. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ പി ഓഫ് എ ഗിവൺ എ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പി ഓഫ് എസ് ഗിവൺ എ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ എ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി നമ്പർ 1. ഓക്കെ മക്കളെ? യെസ്. Then property number 2, if A and B are any two events of a sample space S and F is another event such that Pf not equal to 0 എന്ന് പറഞ്ഞാൽ ഒരു നൾ സെറ്റ് ആയിരിക്കത്തില്ല F. അങ്ങനെ വരുവാണെങ്കിൽ എയും ബിയും ഒക്കർ ചെയ്യണം സബ്ജക്ട് ടു ദ കണ്ടീഷൻ ബി, സബ്ജക്ട് ടു ദ കണ്ടീഷൻ F. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പം ജസ്റ്റ് ഈ ഫോർമുല മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പി ഓഫ് എ യൂണിയൻ ബി given B is equal to, ഓർത്തിരിക്കാൻ എളുപ്പമാണ്, P of A given F plus P of B given F minus P of A intersection B given F. നമ്മൾ P of A union B യുടെ ഡെഫിനിഷൻ പറയുന്ന പോലെ തന്നെയാണ്. P of A union B is equal to P of A plus P of B minus P of A intersection B എന്നാണല്ലോ നമ്മുടെ ഫോർമുല നമ്മൾ പറയാം. P of A union B is equal to P of A plus P of A plus P of B minus P of A intersection B. ഇതല്ലേ നമ്മുടെ ഫോർമുല. അപ്പൊ ഇതിനകത്ത് ഒരു എ യൂണിയൻ ബിയുടെ കൂടെ ഒരു ഗിവൺ എഫ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടെ ഒരു ഗിവൺ എഫ് എഴുതിയാൽ മതിയാവും. കണ്ടോ? ഇത് തന്നെയാണ് പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ എഫ് plus P of B given F minus P of A intersection B given F. ഇതിൻ്റെ ഫോർമുലയുടെ പ്രൂഫ് ഒന്നും നമുക്ക് കാര്യമായിട്ട് വേണമെന്നില്ല. നമുക്കിത് വെച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് പ്രൂഫിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഈ ഒരു ഫോർമുല മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. P of A union B given F is equal to P of A given F plus P of B given F minus P of A intersection B given F. അപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ P of A intersection B എന്നുള്ള 0 ആയി പോകും. അപ്പോൾ നമുക്ക് P of A given F plus P of B given F ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ മക്കളെ? അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ദിസ് വൺ, P of S given A is equal to 1, P of A given A is equal to 1, and P of രണ്ടാമത്തെ പ്രോപ്പർട്ടി P of A union B given F is equal to P of A given F plus P of B given F minus P of A intersection B given F. അപ്പം അതിൻ്റെ താഴെ എൻ്റെ കണ്ടീഷൻ കൂടെ ഒന്ന് എഴുതിക്കോളൂ. ഒരു പ്രോപ്പർട്ടി നമ്പർ 3 ആയിട്ട് വേണമെങ്കിൽ എഴുതാം. If A and B are disjoint events, then P of property number 3, if A and B are disjoint events such that F is an event such that P of not equal to 0, then P of A union B given F is equal to P of A given F plus P of B given F. കാരണം ഡിസ്ജോയിന്റ് ആണെങ്കിൽ നമുക്ക് A ഇന്റർസെക്ഷൻ B എന്നുള്ളത് 0 നൾ സെറ്റ് ആവും. അത് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. ദാറ്റ്സ് വൈ. ഓക്കെ.
Then next one is property number 4, P of A dash given B. A dash means the complement of A എന്നാണ്. A dash given B is equal to 1 minus P of A given B. അത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ള ആ ഒരു ഫോർമുല പഠിക്കുക. P of A given B is equal to P of A intersection B divided by P of B. ഇനി നമ്മൾ P of അതിന് ചില പ്രോപ്പർട്ടീസ് ആണ് പറയുക. P of S given is എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, 1 ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് P of A union B given F ആണെങ്കിലുള്ള കണ്ടീഷനാണ്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ്. ദെൻ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ P of A dash given B is equal to 1 minus P of A given B. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം നമ്പർ 1 ഇതാണ്. If P of A is equal to 7 by 13, P of B is equal to 9 by 13 and P of A intersection B is equal to 4 by 13. Find P of A given B. അപ്പോൾ നമ്മുടെ ഫോർമുല എഴുതാം നമുക്ക്. P of A given B is equal to, formula is P of A intersection B divided by P of B. A intersection B എന്ന് പറഞ്ഞാൽ 4 by 13 ആണ്, divided by P of B എന്ന് പറഞ്ഞാൽ 9 by 13 ആണ്. 13 കട്ടാവും. So the answer is 4 by 9. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, here is the next question. Question number 2. Given that E and F are even such that P of E is equal to 0.6, P of F is equal to 0.3 and P of E intersection F is equal to 0.2. Find P of E given F and P of F given E. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് P of E given F ആണ്. E given F. Formula is P of E intersection F divided by P of F. അതിൽ P of E intersection F നമ്മളുടെ കയ്യിലുണ്ട് 0.2 ആണ്, divided by P of F നമ്മുടെ കയ്യിലുണ്ട് 0.3 ആണ്. So the answer is 2 by 3. Okay. ഇനി അടുത്തത് വന്നേക്കുന്ന P of F intersection F given E ആണ്. F given E. Formula is P of F intersection E over P of E. That is again 0.2 തന്നെ വരും. P of E എന്ന് പറഞ്ഞാൽ 0.6 ആണ്. So it is equal to 2 by 6 is equal to 1 by 3. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു തുടക്കം വന്നിട്ടില്ല. ഇത് ഇത്രയും ഇതിലും ഇനി നമുക്ക് വളരെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. If P of A is equal to 0.8, P of B is equal to 0.5, P of B given A is equal to 0.4. Find P of A intersection B, second P of A given B, third P of A union B. Okay, അപ്പോൾ നമുക്ക് P of B A given B given A തന്നിട്ടുണ്ട്. B given Aയുടെ ഫോർമുല എന്താണ് മക്കളെ? P of B intersection A divided by P of A അല്ലേ? അതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ. P B given Aയുടെ വാല്യൂ നമുക്കറിയാം 0.4 is equal to B given A, probability of B intersection A, that is same as P of A intersection B divided by P of A. What is P of A? 0.8. Okay, so ഇതിനകത്ത് നമുക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ ആവും. P of A intersection B is equal to 0.4 into 0.8, that is equal to 0.32. Okay, so that is the first part. Okay മക്കളെ, okay. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. P of A given B. ഇത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്. What is second part? P of A given B by formula that is equal to P of A intersection B divided by P of B. P of A intersection B ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.32 divided by P of B എന്ന് പറഞ്ഞാൽ 0.5 ആണ്. So the answer is 32 divided by 50.
നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 16/25 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് എനഫ്. ഓക്കെ മക്കളെ, ഓക്കെ മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് പി ഓഫ് എ യൂണിയൻ ബി ആണ്. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല നമുക്കറിയാം അല്ലേ? മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ആണ്. ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് പി ഓഫ് എ നമുക്കറിയാം 0.8 പ്ലസ് 0.5 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.32. ദാറ്റ് ഈസ് 0.8 പ്ലസ് 0.5 that's equal to 1.3 minus 0.32. So 1.30 minus 0.328 0.98 എന്ന് വരും. So the answer is 0.98. Okay, so that's all about this question. Okay മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. If P of A is equal to 6/11, P of B is equal to 5/11, P of A union B is equal to 7/11, then find P of A intersection B, A given B, B given A. അപ്പോൾ നമുക്ക് ആദ്യം P of A intersection B കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് P of A union B തന്നിട്ടുണ്ട്. What is P of A union B? Formula is P of A plus P of B minus P of A intersection B. Okay, P of A union B is equal to 7/11 is equal to P of A 6/11, P of B that is 5/11 minus P of A intersection B. ഇത് നമുക്ക് അറിയില്ല, ഇതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. So P of A intersection B is equal to, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. P of A intersection B is equal to 6/11 plus 5/11 minus 7/11. Okay, so that's equal to 11 minus 7/11, that's equal to 4/11. Okay, so that is P of A intersection B. Okay മക്കളെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട P of A given B ആണ്. P of A given B. So P of A given B is equal to, formula is P of A intersection B divided by P of B. P of A intersection B ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4/11 divided by P of B is 5/11. 11 കട്ടായി പോകും. So the answer is 4/5. Okay, ഇനി നമുക്ക് വേണ്ടത് അടുത്തത് P of B given A ആണ്. ഇതുപോലെ തന്നെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. P of B given A is equal to P of A intersection B, സെയിം തന്നെ, divided by P of A, that is 4/11 over P of A എന്ന് പറഞ്ഞാൽ 6/11 ആണ്. So 6/11 ഇത് കട്ടായി പോകും. 4/6 എന്ന് വരും. 2 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് 2/3 എന്ന് വരും. സോ ദാറ്റ്സ് ആൻസർ. ഓക്കെ മക്കളെ, ഇത് സിമ്പിൾ അല്ലേ? ഈ ഒരു ഫോർമുല മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. P of A given B is equal to P of A intersection B divided by P of B, പിന്നെ P of A union B യുടെ ഫോർമുല. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. If evaluate P of A union B if 2P of A is equal to P of B and is equal to 5/30 and P of A given B is equal to 2/5. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് എടുത്തെഴുതാം. P of B എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 5/30. പിന്നെ 2 times P of A എന്ന് പറഞ്ഞാലും 5/30 ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? P of A എന്ന് പറഞ്ഞാൽ എന്ത് വരും? P of A is equal to, ഈ 2 താഴോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. സോ 5/13 into 2 26 എന്ന് വരും. ഇനി മറ്റൊരു കാര്യം തന്നിരിക്കുന്നത് P of A given B ആണ്. ദാറ്റ് ഈസ് തന്നിട്ടുണ്ട് നമുക്ക് 2/5. നമുക്ക് വേണ്ടത് P of A union B ആണ്. അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക്
എന്തൊക്കെ വേണം? പി ഓഫ് എ വേണം, പി ഓഫ് ബി വേണം, അത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വേണം. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. നമുക്ക് ഈ എ ഗിവൺ ബിയുടെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് പി ഓഫ് എ ഗിവൺ ബി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാൻ നമുക്ക് അറിയില്ല, അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, ഇത് ക്രോസ് ചെയ്യാം, പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് ബി നമ്മുടെ കയ്യിലുണ്ട് 5/13. സോ 5/13 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഈസ് 2 P of A given B is equal to 2/5, that is given. കട്ടായി പോവും. സോ ഇറ്റ് ഈസ് 2/13. അതാണ് P of A intersection B. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? P of A given, no, A union B. So what is P of A union B? Is equal to P of A plus P of B minus P of A intersection B. Right? P of A തന്നിട്ടുണ്ട്. P of A is equal to 5/26 ആണ്. Plus P of B is equal to 5/13 ആണ്. Minus P of A intersection B is equal to 2/13. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ ആയി. ഇവിടെ നമുക്ക് എല്ലാം നമുക്ക് എളുപ്പത്തിൽ 26 അങ്ങ് ആക്കാം. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. 5 ഉണ്ട് ഓൾറെഡി. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ 10 ആവും. ഇത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ 4 ആവും. അപ്പോൾ 5 + 4 ഇത് 5 + 10 15 ആവും. 15 - 4 എന്ന് പറയുമ്പോൾ 11/. സോ 11/26. ഓക്കെ, സോ ദ ആൻസർ ഈസ് 11/26. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ്. നമുക്ക് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ്. ജസ്റ്റ് ഈ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ 2 ഫോർമുലകൾ ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കൂടുതൽ പ്രോബ്ലംസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ.